ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ. അവരൊരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത്. ആ ടീം നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ്, എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും. അവർ നല്ല ടീമാണ്, നന്നായി വർക്ക് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ളൊരു ടീമാണ്. അത് നന്നായി വർക്ക് ചെയ്യട്ടെ. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളല്ല, അതിനൊന്നും ഞാൻ മറുപടി പറയണ്ട. അല്ല, അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളല്ല, അതൊന്നും ഞാൻ അല്ലല്ല അതിനൊന്നും മറുപടി പറയേണ്ട ആളല്ല ഞാൻ നല്ല കുട്ടികളാണ് അവരെല്ലാവരും. എനിക്ക് വളരെ അടുപ്പമുള്ള എല്ലാവരും അടുപ്പമുള്ള കുട്ടികളാണ്. അവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഞാൻ അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നന്നായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഉറപ്പായിട്ടും. നിരാശയുണ്ട്. എന്താ വെച്ചാൽ പാർട്ടി പറഞ്ഞപ്പോൾ ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ ജയിലിൽ പോയി, തല്ലുകൊള്ളാൻ പറഞ്ഞപ്പോൾ തല്ലുകൊണ്ട്, സമരം നയിക്കാൻ പറഞ്ഞപ്പോൾ സമരം നയിച്ചു. അല്ല, എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ. ഞാൻ 250 കേസുള്ള ആളെ ഞാൻ കാണിച്ചു തരാം. 250 കേസുള്ള യൂത്ത് കോൺഗ്രസ് വലിയ നേതാവൊന്നുമല്ല, പ്രവർത്തനം ഞാൻ കാണിച്ചു തരാം. 250 കേസ് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാമല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് 10-20 കേസുള്ള ആൾ. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ജില്ലയിലേക്ക് കടന്ന അപ്പം തന്നെ പ്രിവെൻറ്റീവ് ഡീറ്റൻഷൻ എടുക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതൊക്കെ എല്ലാ ജില്ലകളിലും എല്ലാം. അതൊന്നൊരു വിഷയമല്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ ED നോട്ടീസ് വിവാദത്തിൽ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷെ മറുപടി പറഞ്ഞില്ല. വൈകാരികതയുടെ ഇടയിൽ മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിന് പ്രതിപക്ഷം പ്രതികരിച്ചതിലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിലേക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. MA ബേബി വരെ പ്രതികരിച്ചു. പിന്നെയാണ് ഞാൻ പറഞ്ഞതും, നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം. ലൈഫ് മിഷൻ്റെ കേസിലാണോ അല്ലെങ്കിൽ ലാവ്ലിൻ കേസിലാണോ, ഏത് കേസിലാണ്? കാരണം ED ആണ് കൺഫേം ചെയ്തത് ഇങ്ങനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ്. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്തത്. അപ്പോൾ അത് എന്ത് കാര്യത്തിനാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത്. അദ്ദേഹം വൈകാരികമായി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം. എന്തിനാണ് ഇങ്ങനൊരു തന്നതെന്നാണ്. ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണമല്ലോ. അതിന് അദ്ദേഹം നമ്മളെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അതൊക്കെ MA ബേബിയുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. അല്ല, എൻ്റെ അടുത്ത് വേണ്ട. അല്ല, അത് ED ആണ് വ്യക്തമാക്കേണ്ടത്. ED ഒരു നോട്ടീസ് കൊടുത്താലുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് EDക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് ED ആണ് വ്യക്തമാക്കേണ്ടത്. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ളൊരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത്? EDയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ, രാഷ്ട്രീയ നേതൃത്വമാണോ, ആരിടപെട്ടിട്ടാണ് അത് ഇല്ലാതാക്കിയെന്നുള്ളൊരു ദുരൂഹതയുണ്ട് ഈ കേസിൽ. ഒരു ദുരൂഹത. ബാക്കിയെല്ലാവർക്കും നോട്ടീസ് അയക്കുന്ന പോലെ അല്ല. ആ ദുരൂഹത വ്യക്തമാക്കണം. മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക്. അദ്ദേഹം ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് EDയാണ്. ED പറയണം. അല്ല, അവർ എന്ത് ഗൂഢാലോചന ചെയ്ത്? ED 2023 നോട്ടീസ് അയച്ച കാര്യം EDയുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുകയാണ്. ആ കാര്യം ഇപ്പോഴാണ് സാധാരണക്കാരറിഞ്ഞത്. നമ്മുടെ ജോലി എല്ലാ ദിവസവും രാവിലെ EDയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കലല്ലോ. മാധ്യമപ്രവർത്തകരായ ആരോ അതറിഞ്ഞ് ആ വാർത്ത അവർ പുറത്തു കൊണ്ടുവന്നു. ED ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. മനോരമയിലാണ് ആദ്യത്തെ വാർത്ത വന്നത്. പിന്നീട് ബാക്കി മാധ്യമങ്ങളിലും വന്നു. അവരത് അന്വേഷിച്ചറിഞ്ഞു. അത് EDയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു നോട്ടീസാണ്. അതിന് എന്ത് കൂടാലോനെ? പിന്നെ ആരോ ഒരാൾ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ബോംബ് പൊട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ CPM സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സ്റ്റുഡിയോയിലുണ്ടാവുമല്ലോ. ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. CPM സൂക്ഷിച്ചിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു. പല സാധനങ്ങളും വരുമെന്ന് പറഞ്ഞു. ഒന്നല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കണം. അയ്യപ്പൻ്റെ ദ്വാരപാലക ചിലപ്പം കോടീശ്വരന് വിറ്റടക്കം പുറത്തു വന്നില്ലേ ഞാൻ പറഞ്ഞതിന് ശേഷം? ഇനിയും വരും. ഇനിയും കുറേ കാര്യങ്ങൾ വരും. ഈ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി BJPയോ കേന്ദ്ര സർക്കാരോ ശ്രമിക്കുന്നു എന്നാണോ? ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ആദ്യം മുതലേ ഉണ്ട്. SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലായിട്ട് എത്ര വർഷമായി? CBI വക്കീൽ പനി വരും കേസെടുക്കുന്ന ദിവസം. CBI ഹാജരാവില്ല. അന്ന് പനിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 35 പ്രാവശ്യമായിട്ടാണ് മാറ്റി വെച്ചത്. വേറെ വല്ല പാവപ്പെട്ടവനാണെങ്കിലോ
35 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. CBI കൊടുത്തിരിക്കുന്ന അപ്പീലാണ്. CBIക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല സുപ്രീം കോടതിയിൽ. അപ്പോൾ ഞങ്ങൾ പറയണ്ടേ, ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ജോലി ഞങ്ങളത് പറയണ്ടേ? അത് പറഞ്ഞു. പിന്നെ സ്വർണം കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസം ജയിലിൽ പോയി? ലൈഫ് മിഷൻ കോഴ കേസിൽ ജയിലിൽ പോയി, സ്വർണ്ണ കേസിൽ ജയിലിൽ പോയി അല്ലേ? അപ്പോൾ അവിടെ ഒന്നും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും, കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ബാക്കി BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലായിടത്തും അവിടുത്തെ ഭരണാധികാരികളുടെ നേരെ, രാഷ്ട്രീയ നേതാക്കളുടെ നേരെ ED രാഷ്ട്രീയ ആയുധോട്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കേസുണ്ടായിട്ടും അതെല്ലാം മൂടി തീർക്കുകയാണ്.